മഹിയുണ്ണി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് എരുന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ എരുന്ത് കിട്ടിയത് ക്ലീൻ ചെയ്യാനും അതുപോലെ റെസിപ്പി കഴിക്കാനും ഉണ്ടാക്കാനും പോകുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ മാക്സിമം അന്വേഷിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇത് വേവിച്ചാൽ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രമേ അതിൻ്റെ വാ തുറന്ന് അതിൻ്റെ ഫ്ലഷ് ഉള്ളിലുള്ള ഫ്ലഷ് കിട്ടുള്ളൂ. എന്നാലല്ലേ അത് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് വേവിക്കണം. ഇതിൻ്റെ വെള്ളം കളയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിലാണ് ഇതിൻ്റെ മിനറൽസും അതുപോലെ എല്ലാ സത്തും കിടക്കുന്നത്. അപ്പോൾ അത് സ്റ്റോക്ക് കളയരുത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എരുന്ത് നന്നായി കഴുകിയിട്ടുണ്ട്. 5-6 വട്ടം കഴുകിയിട്ടോ എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ വാ തുറന്ന് കിട്ടും കേട്ടോ, ഫ്ലഷൊക്കെ തുറന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ അത് ചൂടാകുമ്പോഴത്തേക്ക് ഇതെല്ലാം പച്ചക്കറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചതയ്ക്കാനുള്ളതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകെല്ലാം ചതയ്ക്കാം. സവാളയും തക്കാളിയും അരിഞ്ഞ് വയ്ക്കാം. കറിവേപ്പിലയും വേണം. ഇതാ കണ്ടോ, ഇത് തുറന്ന് വന്നപ്പോൾ നോക്കുമ്പോൾ ആകെ ഇത്തിരി പോകുന്നൊരു ഫ്ലഷാണുള്ളത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഷെല്ലാണ് ആ വെയിറ്റ് ഫുൾ കേട്ടോ. അതായത് ഈ ബ്ലാക്ക് പോർഷനാണ് നമ്മൾ കളയേണ്ടത്. എല്ലാം നന്നാക്കി കഴിഞ്ഞപ്പോൾ ആകെ ഒരു ഇത്തിരി എരുന്തിൻ്റെ ഫ്ലഷ്. അപ്പോൾ ഗ്രേവി വേണം അല്ലേ, നന്നായിട്ട് ഗ്രേവി വേണം, ചോറ് കഴിക്കണ്ടേ. അപ്പോൾ നമ്മുടെ സവാളയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ടേസ്റ്റ് എരുന്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നോരോന്നായി ചേർത്ത് ചതച്ച് വെച്ച സാധനങ്ങളെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി വരുമ്പോൾ അതിൻ്റെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും നല്ല സ്മെല്ല്. ഇനി ഇതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് കുഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ പൊടികൾ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലും കൂടെ പോകുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ എരുന്തിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കാം. അതിനാണത് മാറ്റി വയ്ക്കാൻ പറഞ്ഞത്. ഇനി അത് ചേർത്തിട്ട് കണ്ടോളൂ. അതിലേക്ക് വേണ്ട ഉപ്പും ചേർത്ത് അതിൻ്റെ സ്റ്റോക്ക് ചേർത്തു. ഉപ്പും കൂടെ ചേർത്ത് ഗ്രേവി തിക്കാവുമ്പോൾ അതിലേക്ക് നമ്മൾ എരുന്തും കൂടെ ചേർത്ത് ഗരം മസാലയും കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് തിളച്ചാൽ എടുത്ത് വയ്ക്കാം, സെർവ് ചെയ്യാം.